കൺജങ്ഷനിലെ മറ്റൊരു വാക്കാണ് ബഡ്, BUT ബഡ്. ഇവിടെ നമ്മൾ പക്ഷി എന്നുള്ള അർത്ഥത്തിലാണ് ബഡ് ഉപയോഗിക്കുന്നത്. ഇത് സംസാര ഭാഷയിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ്. ഇവിടെ ബഡ് എന്ന് പറയുന്നത് നമ്മുടെ സെന്റൻസിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കാം. ഐ ഡോണ്ട് ലൈക്ക് ടു ഗീവ് my mobile to anyone, but you can എന്ന് മാത്രം പറഞ്ഞാലും മതി. അതുപോലെ you can take, നിനക്ക് എടുക്കാം. ഇവിടെ ഐ ഡോണ്ട് ലൈക്ക് ടു ഗീവ് മൈ മൊബൈൽ, എൻ്റെ മൊബൈൽ ടു എനിവൺ, എൻ്റെ മൊബൈൽ എനിക്ക് മറ്റാർക്കും കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക്, എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ യു ക്യാൻ ടേക്ക്, നിനക്ക് എടുക്കാം. ഉണ്ടോ? അങ്ങനെയാണ് നമ്മൾ ബട്ട് ഉപയോഗിക്കുന്നത്. ഐ ഡോണ്ട് ലൈക്ക് ടു ഗീവ് ബട്ട് യു ക്യാൻ ടേക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് അത് ഇഷ്ടമല്ല, പക്ഷെ നിനക്ക് എടുക്കാം. ഇറ്റ് ഈസ് എ ഓപ്പൺ ഡോർ ബട്ട് യു ക്യാൻ ഗോ. ഇതൊരു തുറന്ന വാതിലാണ്, പക്ഷെ നിനക്ക് പോകാൻ കഴിയുകയില്ല. അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുണ്ടല്ലോ. there is a bus but you won't get. അവിടെ ബസ്സുണ്ട്, പക്ഷെ നിനക്ക് കിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ബട്ട് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ബട്ട് മനസ്സിലായല്ലോ.